Hello everyone, welcome to Competitive Cracker. ഞാൻ ഡോക്ടർ രമ്യ. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെറ്റ് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സോളിഡ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ക്രിസ്റ്റൽ ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തിനെ പറ്റിയിട്ടാണ് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ ട്രൂ ഫോർ ഷോർട്ട് കീ ഡിഫക്റ്റ്. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റിനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ വരുന്നത്. കാര്യം നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിനെ പറ്റിയിട്ടുള്ള നല്ല ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഷോർട്ട് കീ ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്റ്റലൈൻ ഡിഫക്റ്റ് ആണ്. ക്രിസ്റ്റലൈൻ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടൈപ്പ് ഓഫ് സ്റ്റോഷിയോമെട്രിക് പോയിന്റ് ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ ഡിഫക്റ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം, എന്നിട്ട് നമുക്ക് ആൻസറിലോട്ട് പോവാം. അപ്പം നമുക്ക് ഷോർട്ട് കീ ഡിഫക്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഈവൻ ആൻഡ് ബിഫോർ ദ ഡിഫക്റ്റ് സ്റ്റോഷിയോമെട്രി ഓഫ് ദ ക്രിസ്റ്റൽ ഈസ് റിട്ടൈൻ. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കാറ്റിയോണുകളും ആനിയോണുകളും അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിൻ്റെ ആ ഒരു റേഷ്യോ ക്രിസ്റ്റലിൻ്റെ ഡിഫക്റ്റിന് ശേഷവും അതിന് മുമ്പും എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. അതിനെയാണ് നമ്മൾ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് ആണ്. മനസ്സിലാകുന്നു? അപ്പം അതിനെ സംബന്ധിക്കുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നേക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കേ. കാറ്റിയോൺസ് occupies the interstitial positions. Density of the crystal decreases. It arises due to loss of equal number of anions and cations. It appears in crystals in which the anion and cations are of same size. ഇതാണ് ആദ്യത്തെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ തന്നേക്കുന്ന 4 സ്റ്റേറ്റ്മെന്റ്സും നമ്മുടെ ക്രിസ്റ്റൽ ഡിഫക്റ്റിനെ സംബന്ധിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഷോർട്ട് കീ ഡിഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അതിലേതാണ് ട്രൂ ആയിട്ടുള്ളത്? ആദ്യത്തെ ഓപ്ഷൻ നോക്കിക്കേ. കാറ്റിയോൺസ് occupies the interstitial position എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റെഗുലർ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു അയൺ ഉണ്ട്, അടുത്ത അയൺ ഇങ്ങനെ ഇരിക്കുവാണ്, വീണ്ടും അടുത്തൊരു അയൺ ഉണ്ട്, വീണ്ടും ഇവിടെ ഒരു അടുത്ത അയൺ ഉണ്ട്, ഇങ്ങനെയുള്ള അയോണുകൾ ഇരിക്കുന്നു. ഈ അയോണുകളിൽ നിന്ന് ഒരു കാറ്റിയോൺ എന്ത് ചെയ്യാണ്, അതിൻ്റെ പർട്ടിക്കുലർ ലാറ്റൈസ് പൊസിഷനിൽ നിന്ന് മിസ് ചെയ്ത് അതിൻ്റെ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ കാറ്റിയോണിനും ആനിയോണിനും ഇടയ്ക്കൊക്കെ ചെറിയ സ്പേസുകൾ കാണും. അതിനെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ പൊസിഷൻസ് എന്ന് പറയുന്നത്. കാറ്റിയോൺസ് അതിൻ്റെ ലാറ്റൈസ് പൊസിഷനിൽ നിന്ന് മാറി ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്യുന്നു. ഈ ഡിഫക്റ്റിനെ നമ്മൾ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്നാണ് പറയുന്നത്. അല്ല, ഇത് ഫ്രങ്കൽ ഡിഫക്റ്റിൽ വരുന്ന ഡെഫിനിഷനാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ഇനി ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ ഡിക്രീസസ്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഷോർട്ട് കീ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോൺസ് ആൻഡ് ആനിയോൺസ് ആർ മിസ്സിംഗ് ഫ്രം ദ ലാറ്റൈസ് സൈഡ്. നോക്കിക്കേ, ഇവിടെ ഈ ഗ്രീൻ കളറിൽ കാണിച്ചേക്കുന്ന ആനിയോണും നമ്മുടെ ഓറഞ്ച് കളറിൽ കാണിച്ചേക്കുന്നത് കാറ്റിയോൺസുമാണ്. അപ്പം ഈക്വൽ നമ്പർ ഓഫ് കാറ്റിയോൺസും ആനിയോൺസും എന്ത് ചെയ്യുക, നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റൈസിൽ നിന്ന് മിസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർ പെർമനൻ്റ്ലി ആ ക്രിസ്റ്റലിനെ ലീവ് ചെയ്യുകയാണ്. അങ്ങനെ പെർമനൻ്റ് ആയിട്ട് ക്രിസ്റ്റലിനെ ലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, പെർമനൻ്റ്ലി ലീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കാറ്റിയോൺസും ആനിയോൺസും ക്രിസ്റ്റലിനെ വിട്ടുപോകുന്നു. അതായത് അവരുടെ മാസ്, ക്രിസ്റ്റലിൻ്റെ മാസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യും. ക്രിസ്റ്റലിൻ്റെ മാസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കും, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അതുകൊണ്ട് തന്നെ മാസ് ഡിക്രീസ് ചെയ്തു. വോളിയത്തിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, വോളിയത്തിന് ചേഞ്ച് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റിയുടെ വാല്യൂ എന്ത് ചെയ്യും, ഡെൻസിറ്റി വാല്യൂവും ഡിക്രീസ് ചെയ്യും. അതായത് ഒരു ഷോർട്ട് കീ ഡിഫക്റ്റ് സംഭവിക്കുമ്പോഴത്തേന് ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ എന്ത് ചെയ്യും, ഡിക്രീസ്ഡ് ആവും. ഇനി എങ്ങനെയുള്ള ക്രിസ്റ്റൽസിലാണ് നമ്മുടെ ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ടാവുന്നത്? കാറ്റിയോൺസിനും ആനിയോൺസിനും കമ്പയറബിൾ അല്ലെങ്കിൽ ഈക്വൽ സൈസ് ഒക്കെ വരുന്നത്. ഈ ഒരു വരച്ചേക്കുന്നത് നോക്കണ്ട, ഇവിടെ ഞാൻ ആനിയോൺസിനെ ലാർജ് ആയിട്ടും കാറ്റിയോൺസിനെ സ്മോൾ ആയിട്ടുമാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവരുടെ കമ്പയറബിൾ സൈസ് ആണെങ്കിൽ മനസ്സിലാവുന്നു. അങ്ങനെയുള്ള കേസുകൾ, സീഷ്യം ക്ലോറൈഡ് അങ്ങനെയൊക്കെ വരുന്ന കേസുകളിലാണ് നമ്മളുടെ ഷോർട്ട് കീ ഡിഫക്റ്റ് മെയിൻ ആയിട്ടും ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഫ്രങ്കൽ ഡിഫക്റ്റിലോട്ട് വരുവാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിലില്ല എങ്കിൽ നമ്മൾ അതും കൂടെ പഠിക്കണം. ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കേ, ഈ ഒരു കാറ്റിയോണിന്റെ യഥാർത്ഥത്തിൽ ഇവിടെയാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പൊ അത് അതിന്റെ ലാറ്റൈസ് പൊസിഷനിൽ നിന്ന് മാറി ഒരു ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ, എന്ന് വെച്ചാൽ ഈ കാറ്റിയോണിന്റെ ആനിയോണിന്റെ ഇടയ്ക്കുള്ള ആ ഒരു സ്മോൾ സ്പേസിനെയാണ് നമ്മൾ ഇൻഡസ്ട്രീഷ്യൽ സ്പേസ് എന്ന് പറയുന്നത്. അവിടെ കയറി ഓക്യുപ്പൈ ചെയ്യുക.
എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷോർട്ട് കീ ഡിഫക്റ്റിൽ പറഞ്ഞതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് ആ ഒരു അയോൺ ആ ക്രിസ്റ്റലിനെ വിട്ടു പോകുന്നില്ല. പക്ഷെ അതെന്ത് ചെയ്യാണ്, ഒരു ഇൻഡസ്ട്രീഷ്യൽ പൊസിഷനിൽ ഓക്യുപ്പൈ ചെയ്യുകയാണ്. അങ്ങനെ ഓക്യുപ്പൈ ചെയ്യുമ്പോഴുണ്ടാകുന്ന ഡിഫക്റ്റിനെയാണ് നമ്മൾ ഫ്രെങ്കൽ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെ കേസിൽ മാസിന് ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല. കാര്യം കാറ്റയോൺ നമ്മുടെ ക്രിസ്റ്റലിനെ ലീവ് ചെയ്യുന്നില്ല. അപ്പോൾ മാസ് ബൈ വോളിയം എന്തായിട്ട് റിമൈൻ ചെയ്യും, സെയിം ആയിട്ട് റിമൈൻ ചെയ്യും. അതായത് ഡെൻസിറ്റിക്ക് എന്ത് സംഭവിക്കുന്നില്ല, ചേഞ്ച് സംഭവിക്കുന്നില്ല. ഇനി എങ്ങനെയുള്ള ക്രിസ്റ്റൽസിലാണ് ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്? കാറ്റയോൺസിനും ആനയോൺസിനും എന്താണ് ലാർജ് സൈസ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത്തരം ക്രിസ്റ്റൽസിന്റെ കേസിലാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മളുടെ ഈ ഫ്രെങ്കൽ ഡിഫക്റ്റ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇവിടെ നോക്കിക്കേ, ഡെൻസിറ്റി ഓഫ് ദ ക്രിസ്റ്റൽ ഡിക്രീസസ്. ഫ്രെങ്കൽ ഡിഫക്റ്റിന്റെ കേസിലല്ലോ ഷോർട്ട് കീ ഡിഫക്റ്റാണ് ചോദിച്ചേക്കുന്നത്. ഷോർട്ട് കീ ഡിഫക്റ്റിന്റെ കേസിൽ നമ്മളുടെ ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റി ഡിക്രീസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി മൂന്നാമത്തെ നോക്കിക്കേ, ഇറ്റ് അറൈസസ് ഡ്യൂ ടു ലോസ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ്. ഇത്തരം ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ടാവുന്നത് കാറ്റയോണിന്റെയും ആനയോണിന്റെയും ഈക്വൽ നമ്പർ നമ്മുടെ ക്രിസ്റ്റൽ ലാറ്റൈസിൽ നിന്ന് പെർമനന്റ് ആയിട്ട് മിസ് ചെയ്തു പോകുന്നത് കൊണ്ടാണ്. അപ്പൊ അതും എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി എങ്ങനെയുള്ള ക്രിസ്റ്റൽസിലാണ് ഇത് അപ്പിയർ ചെയ്യുന്നതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്. ഇറ്റ് അപ്പിയേഴ്സ് ഇൻ ക്രിസ്റ്റൽ ഇൻ വിച്ച് ദ ആനയോൺ ആൻഡ് കാറ്റയോൺസ് ആർ ഓഫ് സെയിം സൈസ്. ഇതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, ഓപ്ഷൻ സി ആണ്. എന്ന് വെച്ചാൽ 2ഉം 3ഉം 4ഉം എന്താണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഷോർട്ട് കീ ഡിഫക്റ്റിനെ സംബന്ധിച്ച് ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നുണ്ട്, കാറ്റയോൺസും ആനയോൺസും ഈക്വൽ നമ്പർ ലാറ്റൈസ് പൊസിഷനിൽ നിന്ന് പെർമനന്റ് ആയിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പയറബിൾ സൈസ് ഉള്ള അല്ലെങ്കിൽ ഈക്വൽ സൈസ് ഉള്ള ആനയോണും കാറ്റയോണും ഉള്ള കേസുകളിലാണ് നമ്മുടെ ഷോർട്ട് കീ ഡിഫക്റ്റ് ഒബ്സർവ് ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് ഓരോന്നും അനലൈസ് ചെയ്താലേ പറ്റത്തുള്ളൂ. രണ്ടാമത്തത് ഒരു പ്രോബ്ലം ആണ്. നമ്മളൊന്ന് നോക്കിക്കേ. The 002 plane of an elemental FCC crystal diffract X-rays which is of wavelength 0.154 nanometer at Bragg's angle 90 degree. The density of the crystal is 4 × 10⁴ kilogram per meter cube. The atomic weight of the solid is. ഇത് കുറച്ചധികം കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിയണം. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളതെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് HKL തന്നിട്ടുണ്ട്. ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് നോക്കിക്കേ, ഏതൊക്കെ പ്ലെയിനുകളാണെന്ന് തന്നിട്ടുണ്ട്. HKL എന്ന് പറയുന്നത് 002 ആണ്. പിന്നെ എലമെന്റൽ FCC ക്രിസ്റ്റൽ ലാറ്റൈസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. FCC ക്രിസ്റ്റൽ ലാറ്റൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേവ് ലെങ്ത് നമുക്ക് തന്നേക്കുന്നത് 0.154 നാനോമീറ്റർ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട് 4 × 10⁴ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ബ്രാഗ് ആംഗിൾ തന്നിട്ടുണ്ട് 90 ഡിഗ്രി എന്ന്. അറ്റോമിക് വെയിറ്റ് അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം നമ്മൾ ചെയ്യേണ്ട രീതി ഞാൻ ആദ്യം പറയാം. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ എല്ലാത്തിനെയും ഒരു യൂണിഫോം ഫോമിലോട്ട് മാറ്റുക, യൂണിഫോം യൂണിറ്റുകളിലേക്ക് മാറ്റുക. ഇവിടെ നമുക്ക് നാനോമീറ്ററിലാണ് തന്നേക്കുന്നത്, ഇവിടെ മീറ്ററിലാണ്. അതുകൊണ്ട് തന്നെ വേവ് ലെങ്തിനെ നമ്മൾ എന്ത് ചെയ്യുക, മീറ്ററിലോട്ട് മാറ്റുക. അപ്പോൾ വേവ് ലെങ്ത് എങ്ങനെ വരും, 0.154 × 10⁻⁹ മീറ്റർ. ഒരു നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁹ മീറ്റർ അല്ലേ. അപ്പം നമ്മളതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അടുത്തത് എന്താ നമുക്ക് വേണ്ടത്, അപ്പം നമുക്ക് തീറ്റയുണ്ട്, നമ്മുടെ ഇത് ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണ്, പിന്നെ വേവ് ലെങ്ത് ഉണ്ട്. അപ്പം നമുക്കിവിടെ ഡെൻസിറ്റിയും തന്നിട്ടുണ്ട്. അറ്റോമിക് വെയിറ്റ് ആണ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചില ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. അതെന്ന് പറയുന്നത് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ZM ഡിവൈഡഡ് ബൈ A³ N ആണ്. ZM ഡിവൈഡഡ് ബൈ A³ NA ആണ്, അല്ലെങ്കിൽ N0 ആണ്, അല്ലെങ്കിൽ NA ആണ്. മനസ്സിലാവുന്നു? അപ്പോൾ ഇവിടെ നോക്കുക, ഡെൻസിറ്റി ആണ് ഇത്. D എന്ന് പറയുന്നത് ഞാൻ ഡെൻസിറ്റി ആണ്, അതിന് ഇന്റർപ്ലെനാർ ഡിസ്റ്റൻസുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു ZM ഡിവൈഡ് ബൈ A³ NA ആണ്. ഇവിടെ നമ്മൾ ഓരോ ടേംസും മനസ്സിലാക്കണം. D എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി, Z എന്ന് പറയുന്നത് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഇവിടെ FCC ആയതുകൊണ്ട് നമ്പർ ഓഫ് ആറ്റംസ് എത്ര വരും, FCC എന്ന് പറഞ്ഞാൽ ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണ്. ഫേസ് സെന്റേർഡ് ക്യൂബിക്കിൽ 8 ആറ്റംസ് കോർണറിൽ വരും. അതുപോലെ തന്നെ 6 ഫേസ് സെന്ററിലുള്ള ആറ്റംസ് ഉണ്ട്. 8 ആറ്റംസ് കോർണറിൽ വരുന്ന ആറ്റംസ് 1/8 വെച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യും. സോ 8 × 1/8 അതായത് 1 ആറ്റം. പിന്നെ ഫേസ് സെന്ററിലുള്ള ആറ്റംസ് എത്ര വരും, 6/1/2. അതായത് നമുക്ക് എത്ര വരും, 6/1/2 എന്ന് പറയുമ്പോൾ 3 വരും. അതായത് FCC ലാറ്റൈസിൽ എത്ര ആറ്റംസ് വരുന്നുണ്ട്, 4 ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലാണ് വരുന്നത്. മനസ്സിലാവുന്നു? ഇനി ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. പിന്നെ നമുക്ക്
എ വേണം. എ എന്ന് പറഞ്ഞാൽ എന്താണ്? എഡ്ജ് ലെങ്ത് ഓഫ് ദ ക്യൂബ് ആണ്. എ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ ആണ് എ ഈസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്നുള്ളത്. ഇവിടെ ഡി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് ആണ്. ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസ് ഇങ്ങനെ പ്ലെയിനിലാണ് ക്രിസ്റ്റൽസിന്റെ കേസിൽ അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ രണ്ട് പ്ലെയിനുകൾ തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്തും കിട്ടും? എയുടെ വാല്യൂവും കിട്ടും. എയുടെ വാല്യൂ കിട്ടിയാൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാര്യം എന്നിന്റെ വാല്യൂ നമുക്കറിയാം, ഇതൊരു അവോഗാഡ്രോ നമ്പറാണ്. 6.023 × 10⁻23 ആണ്. ഇത്രയും സ്റ്റെപ്പുകൾ ഇവിടെ ഉണ്ട്. ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷനിൽ നിന്നാണ്. ബ്രാഗ്സ് ഇക്വേഷൻ എന്താണ്? n λ = 2d sin θ എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷൻ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഡിയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? n λ ഡിവൈഡ് ബൈ 2 sin θ. ഇതാണ് നമ്മളുടെ ഡിയുടെ വാല്യൂ. ഇവിടെ നമ്മൾ എന്നിന്റെ വാല്യൂ 1 ആണ്. ഫസ്റ്റ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണ്. ലാംഡ എന്ന് പറയുന്നത് എങ്ങനെയാണ്? 0.154 × 10⁻⁻9 മീറ്റർ ആണ്. ഡിവൈഡ് ബൈ 2 × sin 90. sin 90യുടെ വാല്യൂ എത്രയാണ്? 1 വരും. അപ്പോൾ എങ്ങനെ വരും? നമ്മുടെ ഡിയുടെ വാല്യൂ, അതായത് ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസിന്റെ വാല്യൂ 0.077 × 10⁻⁹ മീറ്റർ എന്ന് പറഞ്ഞ് നമ്മളുടെ ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് ഡിയുടെ വാല്യൂ വരും. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ ഡിയുടെ വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എഡ്ജ് ലെങ്ത് എ കണ്ടുപിടിക്കണം. എഡ്ജ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എഡ്ജ് ലെങ്ത് ഡി എന്ന് പറയുന്നത് എ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. ഇവിടെ നമുക്ക് എയുടെ വാല്യൂ എങ്ങനെ വരും? എ ഈസ് ഈക്വൽ ടു ഡി ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ഡിയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 0.077 × 10⁻⁻9 എന്ന് കിട്ടി. ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് എന്ന് പറയുന്നത് 0, കെ എന്ന് പറയുന്നത് 0, എൽ എന്ന് പറയുന്നത് 2. അപ്പോൾ 0² + 0² + 2², അതായത് √4 എന്ന് കിട്ടും. √4ന്റെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പം നമ്മുടെ എഡ്ജ് ലെങ്ത് എത്ര കിട്ടും? 0.077 × √2, അതായത് 2 കിട്ടും. √4 അതായത് 2 കിട്ടും. എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്ത് വരും? 0.154 × 10⁻⁹9 മീറ്റർ എന്ന് പറഞ്ഞ് നമ്മുടെ എഡ്ജ് ലെങ്ത് കിട്ടും. അപ്പം നമുക്ക് എഡ്ജ് ലെങ്ത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എങ്ങനെ വരും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ZM ഡിവൈഡഡ് ബൈ A³ N0 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് നമുക്ക് ഡെൻസിറ്റി എത്രയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്? 4 × 10⁻⁴ എന്ന് പറഞ്ഞ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. 4 × 10⁻⁴ kg/m³ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി ഇസഡ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലാണ്. എന്ന് വെച്ചാൽ FCC യൂണിറ്റ് സെല്ലിന്റെ കേസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്ര വരും? 4 വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? അറ്റോമിക് വെയിറ്റ് ആണ്. അതിന് നമുക്ക് M എന്ന് ഇടാം. ഡിവൈഡഡ് ബൈ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? എയുടെ വാല്യൂ നമുക്ക് കിട്ടിയേക്കുന്നത് 0.154 × 10⁻⁹ ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞ് വരും. ഇൻറ്റു N0. N0 എന്ന് പറഞ്ഞാൽ എന്താണ്? N0 അവോഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.023 × 10⁻23 പാർട്ടിക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേന് നമ്മുടെ എമ്മിൻ്റെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടും? എമ്മിൻ്റെ വാല്യൂ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 22 എന്ന് പറഞ്ഞ് കിട്ടും. ഇതാണ് നമ്മളുടെ മോളിക്കുലാർ വെയിറ്റ് ഓഫ് ദ എലമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. കുറച്ചധികം കാര്യങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. സിമ്പിൾ ആണ്. നിങ്ങളും ചെയ്ത് നോക്കിയാൽ ഈസി ആയിട്ട് കിട്ടും. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക യൂസിങ് ബ്രാഗ്സ് ഇക്വേഷൻ n λ = 2d sin θ. അങ്ങനെ നമ്മൾ ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ക്യൂബ് ലെങ്ത് കണ്ടുപിടിക്കുക. ക്യൂബ് ലെങ്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? D = എന്തെന്ന് പറഞ്ഞ ഇക്വേഷൻ വരും? D = A/√h² + k² + l². അതിൽ നിന്ന് നമ്മൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂസ് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നമ്മുടെ ഡെൻസിറ്റിയുടെ ഇക്വേഷനിൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ZM ഡിവൈഡ് ബൈ A³ N0 അല്ലെങ്കിൽ NA അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് കാര്യങ്ങൾ അധികം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മളൊന്ന് ചിന്തിച്ച് ചെയ്താൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇനി സൈനിൻ്റെ വാല്യൂസ് ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെച്ചിരുന്നാൽ മതി. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ എ ക്യൂബിക് യൂണിറ്റ് സെൽ A is at the body center, B is at the corners and X is at the center of each face. The formula of the compound is. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് എന്താണ്? നമുക്കൊരു ക്യൂബിക് യൂണിറ്റ് സെല്ല് തന്നിട്ടുണ്ട്. അതിൽ A എന്ന് പറയുന്നത് എന്താണ്? ബോഡി സെന്ററിലാണ്. അപ്പോൾ ഒരു ക്യൂബിക്
ക്രിസ്റ്റൽ എടുക്കുവാണെങ്കിൽ, ഇതല്ലേ ഒരു ക്യൂബ് എന്ന് പറയുന്നത്. ഈ ക്യൂബിന്റെ കേസിൽ അവർ പറഞ്ഞേക്കുന്ന കേസുകൾ നോക്കുക. എ എന്ന് പറയുന്ന ആറ്റംസ് എവിടെയാണ്? ബോഡി സെന്ററിലാണ്. ബി എന്ന് പറയുന്നത് എവിടെയാണ്? കോർണറുകളിലായിട്ടാണ് വരുന്നത്. അതേപോലെ തന്നെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സെന്റർ ഓഫ് ഈച്ച് ഫേസ് ആണ് വരുന്നത്. അപ്പൊ ഈ ക്രിസ്റ്റലിനകത്ത് ഇവരുടെ മോളിക്കുലാർ ഫോമുല എങ്ങനെയാണ്? എ എന്ന് പറയുന്നത് ബോഡി സെന്ററിലാണ്. ബോഡി സെന്ററിലുള്ള ആള് നമ്മുടെ യൂണിറ്റ് സെല്ലിലോട്ട് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യും? നമ്മൾ പഠിച്ചിട്ടുള്ളൊരു കാര്യമാണ്. 1 ആണ് അതിന്റെ കോൺട്രിബ്യൂഷൻ, അതായത് A1 ഉണ്ട്. ഇനി അടുത്ത് നോക്കിക്കേ, ബി എന്ന് പറയുന്നത് കോർണേഴ്സിലാണ്. എത്ര കോർണേഴ്സ് ഉണ്ട് ഒരു ക്യൂബിനെ സംബന്ധിച്ച്? നമുക്കറിയാം 8 കോർണേഴ്സ് ഉണ്ട് അല്ലെ? 8 കോർണേഴ്സിലുള്ള ആറ്റംസ്, 8 കോർണേഴ്സിലുമായിട്ട് ഓരോ ആറ്റത്തിന്റെയും കോൺട്രിബ്യൂഷൻ എത്രയാണ്? 1/8 ആണ്. അതായത് ബി ആറ്റംസും എത്രയുണ്ട്? 1 ഉണ്ട്. ഇനി അടുത്തത് വരുന്നത് എക്സ് ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ദ സെന്റേഴ്സ് ഓഫ് ഈച്ച് ഫേസ്. എത്ര ഫേസുകളുണ്ട്? 6 ഫേസുകളുണ്ട്. 6 ഫേസുകളുടെയും കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്, അതായത് 3 ആണ്. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ മോളിക്കുലാർ ഫോമുല എന്ത് വരും? ABX3 എന്ന് പറഞ്ഞു വരും. അപ്പൊ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ ബി ആണ്. ABX3 ആണ് നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിന്റെ ഫോമുല എന്ന് പറഞ്ഞാൽ. ഇത് വരയ്ക്കണമെന്നൊന്നുമില്ല, അല്ലാതെ തന്നെ നമ്മൾ ഓരോ ആറ്റത്തിന്റെയും കോൺട്രിബ്യൂഷൻസ് എടുത്താൽ മാത്രം മതി, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. മനസ്സിലാവുന്നു? അപ്പൊ ഇതാണ് നമ്മുടെ മോളിക്കുലാർ ഫോമുല എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, ഇൻ എ ക്യൂബിക് ക്രിസ്റ്റൽ ലാറ്റൈസ് both 111 and 200 reflections are present but not 100. The crystal system is. ഇത് കുറച്ച് നമുക്ക് പരിചയമില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് സിമ്പിൾ ക്യൂബിക്, FCC, BCC, അതുപോലെ തന്നെ പ്രിമിറ്റീവ് ക്യൂബിക്, ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് എന്താ? HKL പ്ലെയിൻസ് 111 ഉം 200 നമ്മുടെ ക്യൂബിക് ക്രിസ്റ്റൽ ലാറ്റൈസിലുണ്ട്. പക്ഷെ അവിടെ എന്തില്ല? 100 പ്ലെയിനുകൾ ഇല്ല. അപ്പൊ ഏതാണ് ക്രിസ്റ്റൽ സിസ്റ്റം? ഇവിടെ നോക്കിക്കേ, ഇവിടെ നോക്കുമ്പോൾ 111 എന്ന് പറഞ്ഞാൽ എല്ലാം എന്തായിട്ട് വരികയാണ്? ഓടായിട്ട് വരിക. എല്ലാ പ്ലെയിനുകളും ഓട് വന്നു. ഇവിടെ നോക്കിക്കേ, എല്ലാം ഈവൻ ആയിട്ട് വരുന്നു. ഇവിടെ 100 ഈവനും ഓടും കൂടെ ഒന്നിച്ച് വരിക. അങ്ങനെ ഒരു പ്ലെയിൻ ഇല്ല. ഈ 2 പ്ലെയിനുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് ഏത് ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ ആൻസർ പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞു വിട്ടെ. നമ്മുടെ സെറ്റിൻ്റെ എക്സാമിൻ്റെ ഡേറ്റ് ഫെബ്രുവരി 2 ആണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പം നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ 30 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ലൈവ് സെഷൻസ് ആയിരിക്കും. നിങ്ങൾക്കറിയാം, ഈ ഒരു 30 ദിവസം കൊണ്ട് നമ്മുടെ എൻ്റയർ ടോപ്പിക്ക് കവർ ചെയ്യുക എന്ന് പറയുന്നത് ഹെക്ടിക് ആൻഡ് ഇമ്പോസിബിൾ ആണെന്നേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പം അത്രയും ദിവസം കൊണ്ട് നമുക്ക് സെറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? സ്മാർട്ട് വർക്ക് തന്നെ ചെയ്യണം. കാര്യം എൻ്റെ സിലബസ് ജസ്റ്റ് ഒന്ന് വായിച്ചെടുക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടില്ല. അപ്പം നമ്മൾ മാക്സിമം ചെയ്യേണ്ടത് സ്മാർട്ട് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ട്സും മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അപ്പം അങ്ങനെയുള്ളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ലൈവ് സെഷൻ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൻ്റെ കൂടെ അവൈലബിൾ ആണ്. പ്ലസ് നിങ്ങൾക്ക് എക്സാം സീരീസും. കാര്യം നമുക്ക് എക്സാമിൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ മാക്സിമം മൾട്ടിപ്പിൾ ടൈംസ് എക്സാംസ് എഴുതണം. ഞാനിപ്പോൾ നേരത്തെ ഒരു പ്രോബ്ലം ചെയ്തു. ആ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേന് നിങ്ങൾ കണ്ടു കാണും, ഒത്തിരി മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ വരുന്നുണ്ട്. ആ സ്റ്റെപ്പുകൾ നിങ്ങൾ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ടൈംസ് നിങ്ങൾ അതിനെ ചെയ്ത് നോക്കിയാലേ അത് കറക്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം അത് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ എക്സാം സീരീസുകൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളൊരു എക്സാം സീരീസും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ലൈവ് സെഷനും അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ വ്യൂ ചെയ്യാൻ പറ്റും. പ്ലസ് നിങ്ങൾക്ക് മെൻറ്ററിൻ്റെ സേവനം ലഭിക്കുന്നതാണ്. കാര്യം നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ടൊരു മെൻറ്ററുണ്ട്. മെൻറ്ററിൻ്റെ സേവനം ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ ഇപ്പം നമുക്ക് PDF നോട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് നിങ്ങൾക്ക് എത്രത്തോളം എന്ന് വെച്ചാൽ PDF നോട്ട്സിൻ്റെ കേസ് പറയുവാണെങ്കിൽ നമ്മൾ മാക്സിമം നമുക്ക് അത്രയും വായിക്കാനുള്ള സമയമില്ല. ഞാൻ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത പറയുമ്പോൾ അത് പറയുന്നതെങ്കിലും നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. അത് തന്നെയാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പം അങ്ങനെ കുറഞ്ഞൊരു സമയത്തിനുള്ളിൽ മാക്സിമം സ്മാർട്ട് വർക്ക് ചെയ്ത് സെറ്റ് നേടാനുള്ള ഒരു സുവർണ അവസരവുമാണ്. അതുപോലെ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മളുടെ ഈ സെറ്റിൻ്റെ കോഴ്സുകൾക്കെല്ലാം up to 30% ഓഫറും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളും ജോയിൻ ചെയ്യുക. ഈ കോഴ്സിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസറിലോട്ട് ഞാൻ പോവുകയാണ്. ഇപ്പം നമ്മുടെ സിമ്പിൾ ക്യൂബിക് സിസ്റ്റം ആണെങ്കിൽ നമുക്ക് HKL എന്ന് പറഞ്ഞാൽ ഏത് HKL വേണമെങ്കിലും വരാം. അത് സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ ആണ്. ഇനി BCC ആണെങ്കിൽ നമ്മളുടെ H+K+L ആ പ്ലെയിനുകൾ ഈവൻ ആയിട്ട് വരണം. H+K+L ഈവൻ ആണെങ്കിൽ മാത്രമേ അത് BCC ആവത്തുള്ളൂ. ഇനി FCC ആണെങ്കിലോ HKL എന്ന് പറയുന്നത് എയ്തർ ഓൾ ഓഡ് അല്ലെങ്കിൽ ഓൾ ഈവൻ അങ്ങനെ വരണം. അപ്പം നിങ്ങൾ നോക്കിക്കേ, ഇതിൽ ഏത് കണ്ടീഷനിലാണ് നമ്മുടെ ഇത് വന്നേക്കുന്നത്? ഇവിടെ
എല്ലാം ഓഡ് അല്ലെങ്കിൽ എല്ലാം ഈവൻ, മനസ്സിലാവുന്നു. പക്ഷേ ഈ ഓഡ് ഈവൻ കോമ്പിനേഷൻ വരുന്നില്ല. അങ്ങനെ വരുമ്പോഴത്തേന് ആ ക്രിസ്റ്റൽ സിസ്റ്റം ഏതാണ്? നമ്മളുടെ FCC ക്രിസ്റ്റൽ സിസ്റ്റം ആണ് അവിടെ വരുന്നത്. മനസ്സിലാവുന്നു? അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. സോളിഡ്സുമായിട്ട് ബന്ധപ്പെട്ട ഏത്, ഇപ്പം ഞാൻ പറഞ്ഞു സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ എനി വാല്യൂ ഓഫ് HKL വരാം, അത് സിമ്പിൾ ക്യൂബിക്കിന്റെ കേസ്. BCC ആണെങ്കിൽ H+K+L എന്ന് പറയുന്നത് ഈവൻ വാല്യൂസ് മാത്രമേ വരാൻ പാടുള്ളൂ. ഇപ്പം 1ഉം 2ഉം 1ഉം 4 ആണ്, അത് നമുക്ക് ഏതിനകത്ത് പെടുത്താം? നമ്മളുടെ BCCക്കകത്ത് പെടുത്താം. അതേസമയം നമ്മുടെ FCC ആണെങ്കിലോ ഒന്നുകിൽ എല്ലാം ഓഡ് എന്ന് വെച്ചാൽ 1 1 1, അല്ലെങ്കിൽ എല്ലാം ഈവൻ 2 2 2, അല്ലെങ്കിൽ 0 0 0, അങ്ങനെയുള്ള പ്ലെയിനുകളെല്ലാം എവിടെ വരും? നമ്മുടെ FCCയിൽ വരും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അതുകൊണ്ടാണ് നിങ്ങളെ ആ ക്വസ്റ്റ്യൻ കാണിച്ചത്. ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ എനി വാല്യൂ ഓഫ് HKL, BCC ആണെങ്കിൽ H+K+L എന്ന് പറയുന്നത് ഈവൻ ആണ്, FCC ആണെങ്കിൽ HKL ഓൾ ഈവൻ അല്ലെങ്കിൽ ഓൾ ഓഡ്, അങ്ങനെയായിരിക്കും വരുന്നത്. ഇനി നോക്കിക്കേ, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. The second order Bragg diffraction of X-rays with a wavelength 1 angstrom from a set of parallel planes in a metal occurs at an angle of 60 degree. The distance between the scattering planes in the crystal. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് D വാല്യൂ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? n lambda is equal to 2d sin theta. നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷൻ അപ്ലൈ ചെയ്താലായിട്ട് മതി. ഇത് സെക്കൻഡ് ഓർഡർ ഡിഫ്രാക്ഷൻ ആണ്, അതുകൊണ്ട് തന്നെ എന്നിന്റെ വാല്യൂ എന്താണ്? 2 ആണ് വരുന്നത്. വേവ് ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 1 ആങ്സ്ട്രം ആണ്. ഇവിടെ ആങ്സ്ട്രത്തിൽ തന്നെയാണ് നമുക്ക് ആൻസർ തന്നേക്കുന്നത്. സോ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്കാറ്ററിംഗ് പ്ലെയിൻ എന്ന് വെച്ചാൽ ഇന്റർപ്ലെയിനാർ ഡിസ്റ്റൻസ് ആണ്. D ആണ് കണ്ടുപിടിക്കേണ്ടത്. D എന്ന് പറയുന്നത് എങ്ങനെ വരും? n lambda ഡിവൈഡ് ബൈ 2 sin theta എന്ന് പറഞ്ഞു വരും. അപ്പം നമുക്ക് sin 60യുടെ വാല്യൂ അറിയണം. sin 60യുടെ വാല്യൂ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നോക്കിക്കേ, sin 60 എന്ന് പറയുന്നത് എങ്ങനെയാണ്? √3/2 വരും. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾ ഈ വാല്യൂസും കൊണ്ടൊന്ന് പഠിക്കണം. sin 0 0 ആണ്, 30 ആണെങ്കിൽ 1/2 ആണ്, 45 ആണെങ്കിൽ 1/√2 ആണ്, അത് കണക്ക് 60 ആണെങ്കിൽ √3/2 ആണ്, sin 90 ആണെങ്കിൽ 1 ആണ്. ഇനി കോസിന്റെ വാല്യൂസ് നമുക്ക് ഇവിടെ അറിയേണ്ട കാര്യം n lambda is equal to 2d sin theta അല്ലേ. അപ്പോൾ ഈ വാല്യൂസ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 0 ആണെങ്കിൽ sin 0 0, sin 30 1/2, sin 45 1/√2, sin 60 ആകുമ്പം √3/2 വരും, sin 90 1. അപ്പം നമുക്ക് ഇവിടെ വരേണ്ടത് sin 60 ആണ്. സോ √3/2 എന്ന് പറഞ്ഞ ആൻസർ വരും. അപ്പം നമ്മളത് സോൾവ് ചെയ്തെടുക്കുമ്പോഴത്തേനും നമ്മുടെ ആൻസർ എന്ത് വരും? 1.15 ആങ്സ്ട്രം എന്ന് പറഞ്ഞു വരും. അപ്പം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എവിടെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രിയിൽ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ക്രിസ്റ്റൽ ഡിഫക്റ്റ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഫാബേസ് സെന്റർ, F സെന്ററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. പലപ്പോഴും മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണോ, മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് ആണോ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം അതും ഒന്ന് നോക്കിയേക്കണം. പിന്നെ വരുന്നത് നമ്മുടെ ക്രിസ്റ്റൽ ടൈപ്പ് ആണ്. എത്ര ടൈപ്പ് ക്രിസ്റ്റൽ സിസ്റ്റം ഉണ്ട്, ബ്രവൈസ് ലാറ്റേഴ്സുകളെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ, പിന്നെ മില്ലർ ഇൻഡീസസ് കണ്ടുപിടിക്കാൻ, വീസ് ഇൻഡീസസ് കണ്ടുപിടിക്കാൻ, ഇതൊക്കെയാണ് ഈ ഏരിയയിൽ നിന്നുള്ള മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നിങ്ങളുടെ എക്സാമിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് ഓഫറിനെ പറ്റിയിട്ട് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. അപ് ടു 30% ഡിസ്കൗണ്ട് ഉണ്ട്. എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.